കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ ഹല്ലേലൂയ നാം പാടിടും യേശുവിനെ ആരാധിക്കും. ഓ ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവരെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവരെ. ഓ നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. കവിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം വട്ടപ്പാറയിൽ എൻ്റെ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി നിൽക്കുക. അവരുടെ മുഖത്തോട്ട് നോക്കി എന്തൊരു ചിരിയാണ്. എന്നാന്നറിയാമോ? നീങ്ങിപ്പോയി ഞങ്ങളുടെ ഭാരങ്ങൾ. ഇന്നത്തെ സന്ദേശം ഇതായിരിക്കും, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. ഇന്നത്തെ സന്ദേശത്തിൻ്റെ പേരെന്താണ്? നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. പക്ഷെ വേറൊരാൾ ഭാരം ചുമന്നു, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ വചനവും അത്ഭുത സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കാൻ പോവാ. ഇനി ഞാൻ ഭാരപ്പെട്ടിരിക്കില്ല. എൻ്റെ പ്രശ്നത്തിൻ്റെ ഫയലും പിടിച്ചുകൊണ്ട് ഞാൻ ഇരിക്കില്ല. എൻ്റെ പ്രശ്നത്തിൻ്റെ ഫയൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ തുള്ളിച്ചാടും. അതായിരുന്നു ഇന്നത്തെ സന്ദേശം. യേശു പാപങ്ങളെ ചുമന്നു, ഞാൻ ചുമക്കാതിരിക്കാൻ. യേശു ഭാരങ്ങളെ ചുമന്നു, ഞാൻ ചുമക്കാതിരിക്കാൻ. സോ ഇന്നത്തെ വചനത്തിലേക്ക് കടക്കാം. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ മാറിപ്പോയി എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നാം പാടിയതുപോലെ വചനം നമ്മുടെ ആത്മാവിൻ്റെ ദാഹം മാറ്റുന്നതാണ്. ദൈവത്തിൻ്റെ തിരുവാക്കുകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ എടുത്തു മാറ്റുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുന്നതാണ്, നിത്യജീവൻ തരുന്നതാണ്, മോക്ഷം തരുന്നതാണ്, മരണാനന്തര ജീവൻ പകരുന്നതാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ അതേ വചനം ഈ ഭൂമിയിൽ ജയകരമായി ജീവിക്കുവാൻ നമ്മളെ ശക്തരാക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം എങ്ങനെ ആവശ്യമായിരിക്കുന്നു, ഭക്ഷണമില്ലെങ്കിൽ നമ്മൾ തളരും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ഭക്ഷണമായ ദൈവവചനം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളം തളർന്നു പോകും, നമ്മുടെ മനസ്സ് തളർന്നു പോകും. ഞാൻ പറയട്ടെ, ശരീരം അല്പം ക്ഷീണിച്ചാലും നമുക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം. പക്ഷെ മനസ്സ് തളർന്നാൽ, ഉൾക്കരുത്തില്ലാതായാൽ നമ്മൾ താളടിയായി പോകും. ആകയാൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, പിന്നെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. അത് ഏതെങ്കിലും ഒരു മതത്തോട് മാത്രം പറഞ്ഞതല്ല, സഭയോട് മാത്രം പറഞ്ഞതല്ല. സൃഷ്ടിയായ മനുഷ്യന് സൃഷ്ടിതാവായ ദൈവം തൻ്റെ വചനമാകുന്ന അപ്പം കൊടുത്ത് നമ്മളെ തരികയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ഈ വചനത്തിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇത് മനുഷ്യർ പ്രേരിതരായി എഴുതിയതാണെങ്കിലും മനുഷ്യരുടെ ഐഡിയ ഇതിലൊന്നും നമ്മൾ കാണുന്നില്ല. പഴയ നിയമ വേദഭാഗങ്ങളൊന്നിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സകല ഭൂസിമ വാസികളുമേ വന്നു കേൾപ്പിൻ, ദൈവത്തിൻ്റെ ആലോചന ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഈ തിരുവചനം മുഴുവൻ കർത്താവിന് മാനവജാതിയോടുള്ള വാക്കുകളാണ്. നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിലൂടെ മറ്റ് നമ്മൾ ഇടപെടുന്നവരിലൂടെ മനുഷ്യരുടെ പല ഐഡിയകളും കേൾക്കുന്നവരാണ്. മനുഷ്യരുടെ വാക്കുകളും ഐഡിയകളും
ഒരു സമയത്ത് നമ്മളെ അങ്ങ് ഉത്സാഹിപ്പിക്കും. പക്ഷെ പിന്നെ അതിൻ്റെ പുറകെ ചെല്ലുമ്പോൾ അതൊക്കെ പ്രശ്നത്തിലാക്കാറുണ്ട്. മനുഷ്യ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് പലപ്പോഴും നമ്മൾ പതറിയിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ, ആ തളർന്നിരിക്കുമ്പോഴും ഈ തിരുവചനത്തിലെ 2 വചനവും എടുത്ത് വായിച്ചു നോക്കിയേ. തളർന്നിരിക്കുന്ന നമ്മൾ ചാടി എഴുന്നേൽക്കും, നമ്മൾ പുതുബലം പ്രാപിക്കും. ഈ വചനം നമുക്ക് ഉൾക്കരുത്ത് നൽകിത്തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തിരുവചനം നമ്മുടെ ആഹാരമാണ്. തിരുവചനം നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമാണ്. തിരുവചനം നമ്മളെ പാപത്തിൽ നിന്ന് മാറ്റും. തിരുവചനം നമ്മളെ സന്തോഷമുള്ള ജീവിതം നയിക്കുമാറാക്കും. തിരുവചനം ഭർത്താവിനെ നല്ല ഭർത്താവാക്കും, ഭാര്യയെ നല്ല ഭാര്യയാക്കും, ഒരു കുടുംബം അനുഗ്രഹിക്കും. യേശു ഇവിടെ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, മനുഷ്യനെ നല്ല മനുഷ്യനാക്കാനാണ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, നിങ്ങളെ ഒരു മതത്തിൻ്റെ ഭാഗമാക്കാനല്ല കർത്താവ് വന്നത്, ഒരു നല്ല മനുഷ്യനാക്കാനാണ്. എല്ലാവർക്കും നല്ലൊരു മനുഷ്യനാക്കാനാണ്. രാജ്യത്തിന് നല്ലൊരു പൗരൻ, ഭർത്താവിന് നല്ലൊരു ഭാര്യ, ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവ്, മക്കൾക്ക് നല്ലൊരു അപ്പനും അമ്മയും. പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയ്ക്ക് നല്ലൊരു മക്കൾ, മറ്റുള്ളവർക്ക് നല്ലൊരു പങ്കാളി. അങ്ങനെ ആക്കാനാണ് കർത്താവ് വന്നത്, ഒരു മതത്തിൻ്റെ വേഷം കെട്ടിക്കാനല്ല. യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വന്നാൽ, തിരുവചനം ഒരു വ്യക്തിയെ അംഗീകരിച്ചാൽ, അയാൾ ഒരിക്കലും രാജ്യദ്രോഹിയാകില്ല, രാജ്യസ്നേഹിയാവും. അയാൾ ഒരിക്കലും അയൽവക്കക്കാർക്ക് തലവേദനയാകില്ല, അയാൾ അയൽവക്കക്കാർക്കൊരു അനുഗ്രഹമാകും. ഒരു വ്യക്തിയിൽ ക്രിസ്തു വന്നാൽ, ക്രിസ്തുവിൻ്റെ വചനം വന്നാൽ, അയാൾ ഒരിക്കലും തൻ്റെ ഭാര്യയെ തല്ലത്തില്ല, മറിച്ച് ഭാര്യയെ കരുതും. ഒരിക്കലും കർത്താവിനെ സ്വീകരിച്ച ഒരു ഭാര്യ ഒരു ഭർത്താവിന് തലവേദനയായിരിക്കില്ല, അവളൊരു അനുഗ്രഹമായിരിക്കും, വീടിൻ്റെ വിളക്കായിരിക്കും. നോക്കുക, മനുഷ്യനെ മനുഷ്യനാക്കാനാണ് ദൈവം മനുഷ്യനായി വന്നത്. മാത്രമല്ല, ആ മനുഷ്യനെ ദൈവത്വത്തിലേക്ക് കരം പിടിച്ചുകൊണ്ട് പോകാൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഒരു നല്ല മനുഷ്യനാക്കി ഇവിടെ ജീവിപ്പിക്കുവാനും ദൈവത്തിനെങ്കിലേക്ക് നിന്നെ ഉയർത്തുവാനും അത്രേ യേശു വന്നത്. യേശു ഒരു മതത്തിൻ്റെ സ്ഥാപകനല്ല, മാനവജാതിയുടെ രക്ഷകനത്രേ. മാനവജാതിക്ക് വേണ്ടി ദൈവം നൽകിയവനത്രേ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് തന്ന വചനം ഇതാണ്. മാനവജാതിയെ നമ്മൾ നോക്കി, അവരെല്ലാം എന്തൊക്കെയോ ചുമന്നുകൊണ്ട് നടക്കുകയാണ്, എന്തൊക്കെയോ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. പാപഭാരമാണ് മനുഷ്യൻ ഒന്നാമതായി ചുമക്കുന്നത്. അവൻ ചെയ്ത തെറ്റുകൾ, അവൻ്റെ പിതാക്കന്മാർ ചെയ്ത തെറ്റുകൾ, ലംഘനങ്ങൾ, ഇവയെല്ലാം മനസ്സിനകത്ത് കയറി കുറ്റബോധവും ചുമന്ന് നടക്കുന്ന ഒരു ജനതയാണ് മാനവജാതി. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ മക്കളെ, ഈ കുറ്റബോധത്തിൽ നിന്നും പാപത്തിൽ നിന്നും മറ്റ് നിരവധി ഭാരങ്ങൾ അവൻ ചുമക്കുകയാണ്. ജീവിത ഭാരം അവർ ചുമക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റ് നിരവധി ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്ന മനുഷ്യരാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ മനുഷ്യരെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. പലരുടെയും മുഖത്ത് സന്തോഷമില്ല, പല മുഖങ്ങളിലും ഒരു ചൈതന്യമില്ല. പണമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റ് പല ഈ ലോകപ്രകാരം ഉയർച്ചകളുള്ളവരെ കണ്ടിട്ടുണ്ട്. വേണേ അവരൊരു കോമഡി കേട്ട് ചിരിക്കും, എന്നാൽ അവരുടെ ഉള്ളിൽ ആനന്ദമില്ല. ദൈവത്തിൻ്റെ മക്കളെ, നമ്മളുടെ ഭാരം എടുത്തു മാറ്റി നമുക്കുണ്ടായിരുന്ന ഭാരം ചുമന്ന് ഒഴിക്കാനാ കർത്താവ് വന്നത്. യേശു എന്തിനാ വന്നത്? ഭാരങ്ങൾ ചുമന്ന് ഒഴിക്കുവാൻ. താൻ നമ്മളിൽ നിന്ന് എടുത്തിട്ട് അതിനെ ഒഴിവാക്കി തരുവാനാണ് കർത്താവായി യേശു വന്നത്. 1-2 പേരോട് പറഞ്ഞാട്ടെ, ചുമക്കുവാനല്ല നിങ്ങളെ വിളിച്ചത്. ഹല്ലേലൂയ. കടഭാരം, രോഗത്തിൻ്റെ ഭാരം, നിരവധി ഭാരങ്ങൾ ചുമക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, ഇതൊന്നുമില്ലാത്തവർക്കും ഭാരമാണ്. അപ്പോൾ വാസ്തവത്തിൽ രോഗം മാറുകയല്ല ആദ്യം ചെയ്യേണ്ടത്. രോഗം മാറും. കടം മാറുക അല്ല ആദ്യം ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു ഭാരം അകത്ത് കിടപ്പുണ്ടത് മാറും. ഇതെല്ലാം മാനവജാതിക്ക് വരാൻ കാരണം മനുഷ്യൻ പാപം ചെയ്തതാണ്. പിശാചിൻ്റെ പ്രേരണയാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതോടുകൂടെ ദുഷ്ടശക്തി, പൈശാചി ശക്തി മനുഷ്യനിൽ വരികയും അവൻ്റെ ഹൃദയം ഭാരം കൊണ്ട് നിറയുകയും ചെയ്തു. ആ മാനവജാതി ഈ ഭാരം മാറുവാൻ വേണ്ടി, ദൈവത്തെ വീണ്ടും പ്രസാദിപ്പിക്കാൻ വേണ്ടി അവൻ നേർച്ചകൾ, വഴിപാടുകൾ ഒക്കെ നടത്തിയതായി നമ്മൾ ക്രിസ്തുവിന് മുമ്പ് പഴയ നിയമം മുഴുവൻ നോക്കി. അവർ ആടുകളെയും മാടുകളെയും നേർച്ച നടത്തി, വഴിപാടുകൾ നടത്തി, തീർത്ഥാടനങ്ങൾ നടത്തി. ഭാരം മാറാൻ വേണ്ടി അവൻ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തെങ്കിലും അവൻ്റെ ഭാരം മാറിയില്ല. പ്രൈസ് ദി ലോർഡ്. യെരുശലേം ദേവാലയത്തിലേക്ക് പോയി 7 ഉത്സവങ്ങൾ ആചരിച്ച്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, മഹാ ഉത്സവത്തിൻ്റെയും വലിയ ഉത്സാഹത്തിമർപ്പിൻ്റെയും ദിവസമായിട്ട് പറയുന്നെങ്കിലും യേശു ആലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജനത്തെ കണ്ടിട്ട് പറയാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന്
കുടിക്കട്ടെ. അവരുടെ ആത്മാവിൽ പിന്നെയും ഭാരമാണ്, ദാഹം മാറിയിട്ടില്ല. യേശു പറയാണ്, അത് നിങ്ങൾക്ക് വേണ്ടി തരുവാനത്രേ ഞാൻ വന്നത്. നിങ്ങളുടെ ഒരു കർമ്മത്തിനും നിങ്ങളുടെ ഒരു നേർച്ച വഴിപാടുകൾക്കും യഹൂദ ജനതയെ നിങ്ങൾ നടത്തിയ ഒരു യാഗത്തിനും ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് വേണ്ടി സൗജന്യമായി ചെയ്യാനാണ് ഞാൻ വന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പോലും പറ്റാതെ, നിങ്ങൾ ഒന്നും കൊടുക്കാതെ ഒരു സൗജന്യ വിടുതൽ തരുവാനാ ഞാൻ വന്നതെന്നാണ് യേശു പറയുന്നത്. ഈ കർത്താവായ യേശുവിനെ ലോകത്തിലേക്ക് ദൈവം വിട്ടത് മാനവജാതിയുടെ ഭാരങ്ങൾ എടുത്തു മാറ്റാനും. ഒന്നാമതായി പാപഭാരം. അതിനെക്കുറിച്ച് യേശു കർത്താവ് താൻ സ്നാനപ്പെടുവാനായി ഇറങ്ങി വരുമ്പോൾ യോഹന്നാൻ എന്ന സ്നാപകൻ തന്നെ നോക്കി വിളിച്ചു പറഞ്ഞൊരു വാക്ക് ഞാൻ ആദ്യമായിട്ട് വായിക്കട്ടെ. അത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത് വചനമാണ് വായിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ എന്ന സ്നാപകൻ വിളിച്ചു പറയാണ്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള വാക്കിതാണ്, നിന്റെ ഭാരങ്ങൾ ചുമക്കാൻ വേറൊരാളുണ്ട്. അവൻ്റെ പേരത്രേ യേശു. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോകുകയാണെന്നിരിക്കട്ടെ, എനിക്ക് കുറേ പെട്ടിയും ചുമടുമുണ്ടെന്നിരിക്കട്ടെ. എന്നാൽ ഞാനത് ചുമക്കാൻ വേണ്ടി, അല്ലെ എന്നെ സ്വീകരിക്കുന്ന സ്ഥലത്ത് എൻ്റെ പെട്ടിയൊക്കെ എടുത്തോണം, ഭാരമൊക്കെ എടുത്തോണം എന്ന് പറഞ്ഞ് ചിലരെയൊക്കെ നിർത്തി ഞാൻ കാണാറുണ്ട്. അവർ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പിന്നെ പെട്ടി ചുമന്നുകൊണ്ടിരിക്കണോ? ഞാൻ അത് അവർക്ക് കൊടുക്കണം, പിന്നെ അത് ചുമക്കുക. ഇതുപോലെ കർത്താവായ യേശു ഒരു ചുമക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 1-2 പേരോട് പറഞ്ഞാട്ടെ, നിങ്ങളും കർത്താവും കൂടെ ചുമക്കേണ്ട ആവശ്യമില്ല. പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്ന 5-ാം അധ്യായത്തിൽ, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുന്നു. ചിന്താകുലം ഒരു ഭാരമാണ്. അതുപോലെ മറ്റുള്ളവരോടുള്ള പ്രയാസം നിമിത്തം നമുക്ക് ഭാരമുണ്ടാവും. 2 കാര്യങ്ങൾക്ക് ആ ഭാരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കും. ഒന്ന്, നമ്മുടെ ജീവിത വിഷയങ്ങൾ, മറ്റ് പല കാര്യങ്ങൾ, പാപം അല്ലെങ്കിൽ അപരാധബോധം, നിരാശ, ഇങ്ങനെ ഒത്തിരി ഭാരം നമ്മുടെ അകത്തുണ്ട്. അത് നമ്മളുടെ പ്രയാസങ്ങളാണ്. 2, മറ്റു വ്യക്തികളോട് നമുക്ക് അവരുടെ രീതികളിൽ കൂടെ, അവർ നമ്മളോട് ചെയ്ത കാര്യങ്ങളിൽ കൂടെ നമുക്ക് ഭാരമുണ്ടാകാറുണ്ട്. ഈ ഭാരങ്ങൾക്കെല്ലാം മൂല കാരണം മനുഷ്യൻ പാപം ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മനുഷ്യൻ തൻ്റെ പാപപരിഹാരത്തിനായി യാഗങ്ങളും വഴിപാടുകളും ചെയ്തു. അങ്ങനെ യാഗ വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യഹൂദന്മാരുടെ ദേവാലയത്തിലെ യാഗ വഴിപാടുകൾ ചെയ്യുന്ന പുരോഹിതൻ്റെ മകനായി ജനിച്ച ആളാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. സാധാരണ ലേവി കുടുംബത്തിൽ ഒരു പുരോഹിതനുണ്ടെങ്കിൽ ആ പുരോഹിതൻ്റെ മകനും അടുത്തതായി പുരോഹിതനാകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പൗരോഹിത്യ പദ്ധതികളെല്ലാം മാറ്റിക്കൊണ്ട് മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ തന്നെ യാഗ വഴിപാടുകൾ നടത്തുന്ന പദ്ധതി ദൈവം മാറ്റുന്ന സമയമായി. യേശുക്രിസ്തുവാണ് മനുഷ്യൻ്റെ പാപത്തെ മാറ്റാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടത്. എന്നാൽ അതിനു മുമ്പും ദൈവം കൊടുത്ത ന്യായപ്രമാണത്തിൽ തന്നെ യാഗ വഴിപാടുകൾ വെച്ചിരുന്നു. അത് കേവലം നിഴല് മാത്രമായിരുന്നു. എന്തായിരുന്നു? അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ന്യായപ്രമാണപ്രകാരമുള്ള യാഗ വഴിപാടുകൾ സാക്ഷാൽ യാഗത്തിൻ്റെ നിഴൽ മാത്രമായിരുന്നു. എന്ത് മാത്രമായിരുന്നു? നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം 1-ാമത് വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കും. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട്. അവൻ ന്യായപ്രമാണ പ്രകാരം കഴിച്ച യാഗങ്ങളെ കുറിച്ച് താഴെ പറയുന്നു. അതെല്ലാം കേവലം എന്തായിരുന്നു? നിഴലായിരുന്നു. എല്ലാവരും പറഞ്ഞ നിഴൽ. എപ്പോഴാണ് നിഴൽ വരുന്നത്? ഒരു വസ്തു വെളിച്ചത്തിൻ്റെ നേരെ നിൽക്കുമ്പോൾ ഏത് വരും? നിഴൽ വരും. അപ്പം മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവം ഒരുവനെ അയക്കുകയാണ്. അവൻ്റെ പേരെന്ന് വിളിച്ചു പറയാമോ? യേശു. അപ്പം ആ ആള് വരുമ്പോൾ നമുക്കറിയാം, രാവിലെ കിഴക്ക് നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് മുമ്പേ നിഴൽ വരുമല്ലേ? പടിഞ്ഞാറോട്ട് നിഴൽ വരില്ലേ? അതുപോലെ കർത്താവ് വരുന്നതിന് മുമ്പായി ഒരു നിഴൽ വെളിപ്പെട്ടതാണ് പഴയ നിയമ ന്യായപ്രമാണം. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ കൊലോസ്യ ലേഖനത്തിൽ പറയുമ്പോൾ ന്യായപ്രമാണം കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല, നിഴൽ മാത്രമാണ്. എന്നാൽ അതിൻ്റെ സബ്സ്റ്റൻസ് യേശുവാണെന്ന് അവിടെ പറയുന്നു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം.
ന്യായപ്രമാണം എന്ന് പറയുന്നത് നടന്നു വന്ന ഒരു ദേഹത്തിൻ്റെ, ഒരു ശരീരത്തിൻ്റെ നിഴൽ മാത്രമായിരുന്നു. എന്നാൽ യഥാർത്ഥ ശരീരം ആരാണ്? യേശുവ. നിങ്ങളൊരു നിഴൽ വരുന്ന കണ്ടേ, ഇപ്പം എൻ്റെ നിഴലാണ്ട് അങ്ങോട്ട് തിരിക്കുന്നു. ആ നിഴലിന് ഏകദേശം ഒരു രൂപമല്ലാതെ എൻ്റെ മൂക്കോ എൻ്റെ മുഖമോ വല്ലതും അവിടെ കാണാൻ പറ്റുമോ? എന്നതുപോലെ മാനവജാതിയുടെ പാപപരിഹാരമായി ദൈവം കൊടുത്ത പദ്ധതിയാണ് തൻ്റെ പുത്രൻ്റെ യാഗം. പ്രൈസ് ദി ലോർഡ്. ആ യാഗത്തിന് നിഴലായി പഴയ നിയമകാലത്ത് ദൈവം മോശ മുഖേന കൽപ്പിച്ചു കൊടുത്തതായിരുന്നു ഏത്? യാഗ വഴിപാടുകൾ. അത് യഹൂദനും ലോകത്തിൽ എല്ലായിടത്തും ജനതകൾ എന്ത് ചെയ്തു? പാപപരിഹാരത്തിനായി നേർച്ചകളും വഴിപാടുകളും യാഗങ്ങളും എല്ലാം കഴിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സമയമായി ദൈവം തൻ്റെ പുത്രനെ അയക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം തൻ്റെ പുത്രനെ അയക്കുന്നതിന് മുമ്പായി ആ ക്രിസ്തുവിൻ്റെ വരവിന് ഏകദേശം 400 വർഷം മുമ്പ് പ്രവാചകനിലൂടെ ഇങ്ങനെ പറഞ്ഞു, അവന് മുമ്പായി ഞാൻ എൻ്റെ ദൂതനെ അയക്കും, അവന് വഴിയൊരുക്കുവാൻ വേണ്ടി ഏലിയാവിൻ്റെ ആത്മാവോടെ ഒരുവൻ വരും. അതായിരുന്നു യോഹന്നാൻ സ്നാപകൻ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ സ്നാപകൻ്റെ അപ്പൻ ഒരു പുരോഹിതനായിരുന്നു, യാഗ വഴിപാടുകൾ നടത്തുന്ന ആളായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്നാപകന് ചെറുപ്പത്തിൽ തന്നെ ദൈവത്തിൻ്റെ വിളിയുണ്ടായി. ഇല്ല, നിന്റെ അപ്പൻ കഴിച്ച യാഗം തുടരാനല്ല, അപ്പൻ ഏത് യാഗത്തെ നോക്കിക്കൊണ്ട് ഒരു പൂർണ്ണയാഗം ആഗ്രഹിച്ചോ ആ പൂർണ്ണയാഗമായവൻ വരാൻ പോകുന്നു, നീ അവന് വഴിയൊരുക്കാൻ പോകുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ ഒരിക്കലും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തില്ല. അവൻ മരുഭൂമിയിലായിരുന്നു. അവൻ പുരോഹിത വസ്ത്രം ധരിച്ചില്ല. പകരം വെട്ടുക്കളിയും കാട്ടുനേരും കൊണ്ട് ഉപജീവിക്കുകയും അരയിൽ തോൽവാറും ഒക്കെ ധരിച്ച്, അല്ലേ, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും ഒക്കെ ധരിച്ച്, അരയിൽ തോൽവാറും ധരിച്ച് ഒരു പുരോഹിത വേഷം താൻ ധരിച്ചില്ല. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ക്രിസ്തുവിന് മുന്നോടിയായി വരുവാൻ ഏലിയാവിൻ്റെ ആത്മാവോടെ ആ മനുഷ്യനെ അയക്കുകയാണ്. അദ്ദേഹം മരുഭൂമിയിൽ നിന്ന് വന്നിട്ട് ജനത്തോട് വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരു വനിതാ വരുന്നുണ്ട്. ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ജനങ്ങൾ സ്നാനമേൽക്കുവാൻ വരുമ്പോൾ കർത്താവായ യേശു നടന്നു വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഈ യോഹന്നാൻ്റെ പിതാവ് ഒരു പുരോഹിതനായിരുന്നെങ്കിൽ ഇതാ മകൻ ഒരു ഉണർവ് പ്രസംഗകനായി മാറി. ആ ഉണർവ് പ്രസംഗകൻ ചൂണ്ടിക്കാട്ടിയത് യഥാർത്ഥ യാഗമായ ക്രിസ്തുവിനെയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? വായിച്ചാട്ടെ, യോഹന്നാൻ 1:29. യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ ഇതാ വിളിച്ചു പറയുന്നത് വീണ്ടും ശ്രദ്ധിക്കുക. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്ന അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ ഒരു യഹൂദൻ എന്ന നിലയിൽ തൻ്റെ അപ്പൻ യാഗം കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൻ യാഗം കഴിക്കുമ്പോൾ അവിടെ 2 നിലയിലുള്ള യാഗമാണ് സാധാരണ നടക്കാറ്. ഒന്ന്, ഒരു വ്യക്തി പാപം ചെയ്താൽ ആ വ്യക്തി ഒരാടിനെയോ ഒക്കെ ആയിട്ട് എവിടെ വരും? ഈ യോഹന്നാൻ്റെ അപ്പനായ സഖര്യാവിൻ്റെ അടുക്കൽ വരും. അതിനുവേണ്ടി യാഗം കഴിക്കും. അങ്ങനെയുള്ള യാഗമുണ്ട്, ദിവസം തോറും നടക്കുന്ന യാഗമാണ്, വ്യക്തിക്ക് വേണ്ടിയുള്ള യാഗം. എല്ലാവരും പറഞ്ഞാട്ടെ. അപ്പം ആ ആടിനെ യാഗം കഴിച്ചാൽ ആർക്കേ അതിൻ്റെ ഗുണമുള്ളൂ? ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ യഹൂദന്മാർക്ക് മഹാപാപപരിഹാര ദിവസം എന്ന് പറയുന്ന ആണ്ടിൽ ഒരു ദിവസമുണ്ട്. അന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? ഇസ്രായേലിലെ മുഴുവൻ ജനതയ്ക്കും വേണ്ടി ഒരാടിനെ യാഗം കഴിക്കും. പ്രൈസ് ദി ലോർഡ്. അതാർക്ക് മാത്രമേ കൊണ്ട് ഗുണമുള്ളൂ? യഹൂദന്മാർക്ക് മാത്രം. ഇന്ത്യക്കാർക്ക് ഗുണമുണ്ടോ? ഇല്ല. ഓസ്ട്രേലിയക്കാർക്ക് ഗുണമുണ്ടോ? ഇല്ല. അമേരിക്കക്കാർക്ക് ഗുണമുണ്ടോ? ഇല്ല. യഹൂദന് മാത്രം. അപ്പോൾ തന്നെ ഈ യോഹന്നാൻ ഒരു യഹൂദനായതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം, ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം അറുക്കപ്പെടുന്ന ഒരാടുണ്ട്. അതെന്താണ്? എല്ലാ പെസഹായ്ക്കും അവരെന്ത് ചെയ്യും? ഒരാടിനെ കുടുംബത്തിന് വേണ്ടി അറുക്കും. അപ്പോൾ വ്യക്തിക്ക് വേണ്ടിയുള്ള യാഗം അയാൾ കണ്ടിട്ടുണ്ട്, പിന്നെ കുടുംബത്തിന് വേണ്ടിയുള്ള യാഗം കണ്ടിട്ടുണ്ട്, ഒരു ജാതിക്ക് വേണ്ടിയുള്ള യാഗം കണ്ടിട്ടുണ്ട്. എന്നാൽ തൻ്റെ അപ്പന് ബുദ്ധി പോലും കണ്ടിട്ടില്ലാത്ത, തൻ്റെ അപ്പൻ്റെ ചിന്തപോലും വന്നിട്ടില്ലാത്ത ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആ പ്രവാചകൻ്റെ ഉള്ളിൽ കൊടുത്തു. യേശുവിനെ കണ്ടപ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരുടെ പാപത്തെ യേശു ചുമന്ന്? ലോകത്തിൻ്റെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴുവൻ ലോകത്തെയും സ്നേഹിച്ചു. യേശു ക്രിസ്തുവിൻ്റെ പിറവിയിൽ ദൂതന്മാർ ഇങ്ങനെയാ പാടിയത്, ഇതാ
മുഴു ലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ അല്ല, യേശു യഹൂദന്റെ അല്ല, യേശു ഒരു വ്യക്തിയുടെ അല്ല, യേശു ഒരു പുരോഹിതന്റെ മാത്രമല്ല, യേശു ഒരു അപ്പോസ്തലന്റെ മാത്രമല്ല, യേശു ഒരു സഭയുടെ മാത്രമല്ല, യേശു മുഴു ലോകത്തിനും വേണ്ടി ദൈവം കൊടുത്ത ദാനമാണ്. എനിക്ക് ശ്വാസം മുട്ടലുണ്ട്. ഈ പൊടി എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ ഭയങ്കരമായിട്ടാണ്. അപ്പം അതിങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് ചെറിയ തടസ്സമായിട്ട് തോന്നി. ഇപ്പോൾ എൻ്റെ ബ്രദർ കൂടെ നിന്ന് പ്രാർത്ഥിച്ചു, നല്ല ചൂട് അനുഭവപ്പെട്ടു. പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശരീരത്തിലേക്ക് ചൂട് വന്നു. ചൂട് അനുഭവപ്പെട്ടു. വിട്ട ശേഷം ഇവിടെ ഒന്ന് നല്ല ഫ്രീ ആയി, നല്ല ക്ലിയറായി. ഇപ്പം ഒന്നും കുഴപ്പമില്ല, നല്ല സൗഖ്യമായി. കാര്യം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സൗഖ്യമായതാണ്. അതെ, നടുവേദനയായിരുന്നു. 3-4 വർഷമായി, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു നടുവേദന. അപ്പം പൂർണ്ണമായിട്ട് മാറി. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു? കുനിയാൻ പറ്റില്ല, കളിക്കാനൊക്കെ പോകും, അതിനൊന്നും പറ്റില്ല. നല്ല നടുവേദനയായിരുന്നു. അപ്പം പൂർണ്ണമായിട്ട് മാറി. പൂർണ്ണമായി മാറി. ഒന്ന് കുനിഞ്ഞ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇല്ല. ഒന്ന് ചാടിയൊക്കെ നോക്കി. എങ്ങനുണ്ട്? ഒരു കുഴപ്പമില്ല, പൂർണ്ണമായി. കുറച്ച് നാളുകളായിട്ട് എൻ്റെ തലയ്ക്കൊരു വേദന. അപ്പോൾ ഞാൻ 3-4 ആശുപത്രിയിൽ ഡോക്ടർമാരെ പോയി കണ്ട് അവർ ആൻറ്റിബയോട്ടിക് ഗുളിക തന്നെ. അത് കഴിക്കുമ്പോൾ ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ. ഇന്ന് എന്തുവാ സംഭവിച്ചേ? ഇന്നലെ തലയുടെ വേദന ഇവിടെ വന്ന് ഭയങ്കരമായ വേദനയായിരുന്നു. എനിക്കിരിക്കാൻ വയ്യ, കണ്ണ് തുറക്കാൻ വയ്യ, ദേഹം വിറയൽ, പലവിധമായ പ്രയാസമായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ തലയുടെ ഞരമ്പ് ഇങ്ങോട്ട് മാറിപ്പോകും പോലെ തോന്നി. ഞരമ്പ് മാറ്റിവിടുന്ന പോലെ ഒരു അനുഭവം തോന്നി. ഇങ്ങനെ ഒന്ന് ടക്കുന്നൊരു സൗണ്ട് കേട്ട്, ഇങ്ങനെ ടക്കെന്നൊരു സൗണ്ട് കേട്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തൊട്ടു. എന്നിട്ട് ഇന്നലെ രാത്രി തലയ്ക്ക് വേദന, കഴുത്തിന് വേദന, കണ്ണിൽ ചുമ്മാ ഇത് വരുമ്പോൾ കണ്ണിനകത്തൂടെ ചുമ്മാ മടമട വെള്ളം ഇങ്ങനെ വരും. അപ്പം നമുക്ക് കാണാൻ പറ്റില്ല, നടന്നു പോകുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, എങ്ങനെയോ അങ്ങ് പോകുന്നു. അതെല്ലാം ഇപ്പം മാറിയോ? അല്ല, മാറി, പൂർണ്ണ സൗഖ്യമായി. പൂർണ്ണ സൗഖ്യമായി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ സഹോദരന് 10 വർഷമായിട്ടുള്ള ഇടുപ്പിന് 2 മുഴയുണ്ടായിരുന്നു. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം സഹോദരന് ശരീരത്തിൽ കറണ്ട് അടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. മുഴ 2 അപ്രത്യക്ഷമായി പോയി. ബ്രദർ പറഞ്ഞെങ്ങനെയാ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരത്തിൽ കറണ്ട് അടിക്കുന്ന ഒരു അനുഭവം വന്നപ്പം മുഴ തപ്പി നോക്കിയപ്പോൾ കാണാൻ 2 മുഴ അവിടെ ഇല്ല. എല്ലാവരും കർത്താവിനെ സ്തുതിച്ച്. 2 മുഴ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? ഏത് ഭാഗത്തായിരുന്നു? ഇങ്ങനെ വയറിന്റെ ഭാഗത്തായിരുന്നു. വയറിന്റെ ഭാഗത്ത്. അതിനുശേഷം മാറി. മുഴയില്ല അവിടെ? ഇല്ല, മുഴയില്ല. എത്ര നാളായിട്ട് ഇതുണ്ടായിരുന്നു? 10 കൊല്ലമായി. 10 കൊല്ലമായിട്ടുണ്ടായിരുന്നത്. കർത്താവ് അത്ഭുതം. എല്ലാവരും കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ചു. നോക്ക് പ്രിയപ്പെട്ടവരെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ കേട്ടത്. അത്ഭുതകരമായ സാക്ഷ്യങ്ങളുടെ ഒരു വലിയ കുമാരൻ തന്നെ അവിടെ ഉണ്ടായി. നമ്മൾ ഇന്ന് കേട്ട വചനം പോലെ നമ്മുടെ കർത്താവ് നമ്മുടെ മുഴുവൻ ഭാരങ്ങളെ അവൻ ചുമന്നു. ദൈവജനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അവൻ്റെ ഭാരങ്ങളെ അല്ല ചുമന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളെയാണ് ചുമന്നത്. യേശുവിന് ഭാരമില്ലായിരുന്നു. താൻ ദൈവപുത്രന, ദൈവത്തോട് സമത്വമുള്ള സത്യദൈവമാണ്. അവൻ ചുമന്ന ഭാരങ്ങൾ അവൻ്റേതല്ല, നമ്മുടേതാണ്. അതുകൊണ്ട് നാം ഇനി ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. വചനം പറയുകയാണ്, അവൻ പാപം ഒന്നും ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു, അവൻ്റെ പാപമല്ല. ഒരിക്കൽ ആ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, കുഞ്ഞേ, യേശു തൻ്റെ പാപമല്ല ചുമന്നത്, അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെയാണ് ചുമന്നത്. അതുകൊണ്ട് നാം ഇനി പാപിയല്ല. യേശുവേ എന്ന് വിളിച്ച നിമിഷം തന്നെ നാം ഇനി പാപിയല്ല, ഇനി ഭാരമില്ല, ഇനി അതെല്ലാം ഒന്ന് വിട്ട് ക്രിസ്തു നമ്മളെ പരിപൂർണമായി സ്വതന്ത്രരാക്കി. ഇന്ന് നമുക്കൊരു മനസ്സോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ക്രൂശിൽ നേടിത്തന്ന ആ സ്വാതന്ത്ര്യം, ആ ഭാരമില്ലാതെ സ്വതന്ത്രരായി ഒരു തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിട്ട ഒരു ആട്ടിൻകുട്ടിയെ പോലെ നമുക്ക് തുള്ളിച്ചാടി കർത്താവിൽ സന്തോഷിക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് രോഗികൾ സൗഖ്യമാകും. ആ ഭാരങ്ങളെ വിടുമ്പോൾ തന്നെ ശരീരങ്ങളിൽ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. നമുക്കൊരു മനസ്സോടെ ഇന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ പ്രിയപുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പ്രിയ മക്കളാണെന്ന് ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കും. എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, നാളുകളായി പല ഭാരങ്ങളാൽ അവരുടെ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്ന വ്യക്തികളുണ്ട്.
നാളുകളായി ചിരിക്കുവാൻ കഴിയാത്ത വ്യക്തികളുണ്ട്. നാളുകളായി ഒരു നേരത്തെ കർത്താവെ സമാധാനത്തോടെ ഭവനത്തിൽ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഭവനങ്ങൾ എന്നെ കേൾക്കുന്നല്ലോ യേശുവേ. കുഞ്ഞുങ്ങളെക്കുറിച്ച് ദിവസവും നിലവിളിക്കുന്ന അമ്മമാരെന്നെ കേൾക്കുന്നല്ലോ കർത്താവെ. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു യേശുവെ. അങ്ങ് പറഞ്ഞ് ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു യേശുവെ. അങ്ങയുടെ സമാധാനം ലോകത്തിനെടുത്ത് കളയാൻ കഴിയാത്ത, സാഹചര്യങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയാത്ത ആ ദിവ്യ സമാധാനം എന്നെ കാണുന്ന ഓരോ ഭവനങ്ങളിൽ ആ പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കട്ടെ യേശുവെ. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം, ഞങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട ആ പുണ്യകരം ഇപ്പോൾ അവരുടെ മേൽ വെക്കുന്നതിനായി സ്തോത്രം. ആ ഭാരങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ഞാൻ പാപിയാണെന്നുള്ള ചിന്ത അവരിൽ നിന്ന് മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകപ്പെട്ട വ്യക്തിയാണ്, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണെന്ന് ഒരു കർത്താവെ ബോധ്യത്തോടെ ജയോത്സവത്തോടെ ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ ആ രോഗങ്ങൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ, പരാജയബോധം മാറട്ടെ, പരിപൂർണ്ണ വിടുതലായിട്ട് ഇപ്പോൾ തന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾ കർത്താവെ ശരീരത്തിൽ തിരിച്ചറിയാവുന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ വ്യാപരിക്കുന്നതിനായി നന്ദി. ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കുന്നവയ്ക്കായി നന്ദി പറയുകയാണ്. യേശുവിൻ്റെ കരം തൊട്ടതിനായി നന്ദി പറയുന്നു കർത്താവ്. ഇപ്പോൾ തന്നെ അതുപോലെ ഷുഗർ രോഗികൾ സൗഖ്യമാകട്ടെ. അതുപോലെ നാളുകളായി സ്തോത്രം മാറാതെ വീണ്ടും വീണ്ടും മരുന്ന് കഴിച്ച് വർഷങ്ങളായി തുടർച്ചയായി ഒരേ മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ ആ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, രോഗാത്മാക്കൾ ശരീരങ്ങളെ വിട്ടുമാറട്ടെ. കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു. മുഴുവൻ മഹത്വവും അങ്ങേക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുകയാണ്. യേശു വന്നത് തന്നെ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ്. നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം വീണ്ടും കാണുന്നവരെ കർത്താവ് തൻ്റെ ചിറകിൻ കീഴിൽ നമ്മെ ഓരോരുത്തരെയും മറയ്ക്കുമാറാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.